നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് ഞാൻ പറയുന്ന കഥയിലേക്ക് എന്റെ നല്ലവരായ എല്ലാ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കഥ ആരംഭിക്കാം. എന്റെ പേര് ശരത്ത്. പാലപ്പള്ളി തറവാട്ടിലെ ഏക ആൺതരി. അച്ഛൻ നേരത്തെ മരിച്ചുപോയി. ഇപ്പോഴാണെങ്കിൽ അമ്മയും. അങ്ങനെ ഞാൻ ഏകനായി ജീവിക്കുന്നു. വയസ്സ് 10-28 ജോലിയൊന്നും തരപ്പെടാത്തതിന്റെ കാരണത്താൽ വിവാഹമൊന്നും ഇതുവരെ നടന്നില്ല. പത്തനംതിട്ട ജില്ലയിൽ എരുമേലി എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ കുറച്ച് അകലെയാണ് താമസം. അമ്മ മരിച്ചതിൽ പിന്നെ വീടും പരിസരവും ഒക്കെ ആകെ വല്ലാത്ത രീതിയിലാണ് കിടക്കുന്നത്. അമ്മയും കൂടി നഷ്ടപ്പെട്ടതിലുള്ള വിഷമത്താൽ ഒന്നും വൃത്തിയാക്കാനോ മറ്റുമുള്ള ഒരു മൂഡിലും അല്ലായിരുന്നു ഞാൻ. മുറ്റവും അതിനോട് ചേർന്നുള്ള പരിസരവും എല്ലാം കാട് കയറിയിരിക്കുന്നു. അമ്മയുള്ളപ്പോൾ എല്ലായിടവും എപ്പോഴും തൂത്ത് വൃത്തിയാക്കി അമ്മ ഇടാറുണ്ട്. നാളെ തന്നെ ആരെയെങ്കിലും വിളിച്ച് ഇവിടെ എല്ലാം വൃത്തിയാക്കണം ഞാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ അയ്യമൊക്കെ കിളയ്ക്കാനും മറ്റും വർഷങ്ങളായി നാണുവെന്ന ഒരു ചേട്ടനാണ് വരാറുള്ളത്. വൈകിട്ട് ഞാൻ നാണുവേട്ടനെ തിരക്കി വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ചേട്ടൻ സുഖമില്ലാതെ കിടപ്പാണെന്ന്. നാണുവേട്ടന്റെ പരിചയത്തിൽ ആരെങ്കിലും ജോലിക്കാരെ പറഞ്ഞു വിടാമെന്ന് നാണുവേട്ടൻ ഏറ്റു. പിറ്റേന്ന് രാവിലെ നാണുവേട്ടൻ പറഞ്ഞു വിട്ടതാണെന്നും പറഞ്ഞ് 2 പേര് വന്നു. അവർ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് എന്നോട് പറഞ്ഞു. എവിടെയെങ്കിലും പണിക്ക് വിളിച്ചാൽ അവർ 2 പേരും കൂടിയാണ് പോകാറുള്ളതെന്ന് അവർ പറഞ്ഞു. ഞാൻ അവർ ചെയ്യാനുള്ള പണികൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു കൊടുത്തു. എല്ലാം കൂടി ഒരാഴ്ചയെങ്കിലും എടുക്കുമെന്ന് അവർ പറഞ്ഞു. അവിടൊക്കെ അത്രയ്ക്ക് കാടും പടലും പിടിച്ചു കിടക്കുകയാണ്. ഇത് തീർത്തിട്ടേ വേറെ പണിക്ക് പോകാവുള്ളൂ എന്ന് ഞാൻ അവരോട് തീർത്തു പറഞ്ഞു. അവർ സമ്മതിച്ച് ജോലി തുടങ്ങി. 1-2 ദിവസം കൊണ്ട് തന്നെ അവരുടെ പെരുമാറ്റവും ജോലിയിലുള്ള ആത്മാർത്ഥതയും എനിക്ക് നന്നായി ബോധിച്ചു. ഭർത്താവിന്റെ പേരാണെങ്കിൽ സരസൻ എന്നാണ്. ഏകദേശം ഒരു 50 വയസ്സ് പ്രായം കാണും. ഭാര്യയുടെ പേര് രമ. അവർക്കൊരു 10-42 വയസ്സും കാണും. അവരുടെ ആ ജോലിയിലുള്ള ആത്മാർത്ഥത കൊണ്ട് അവർക്ക് 2 പേർക്കും കൂടി കൂലി കൂടാതെ അഡീഷണൽ എന്തെങ്കിലും കൂടി കൊടുക്കുമായിരുന്നു ഞാൻ. 2 ദിവസം കൊണ്ട് തന്നെ ഞാൻ അവരുമായി നല്ല രീതിയിൽ അടുത്തു. അവർക്ക് 2 പെൺകുട്ടികളാണെന്നും അവരുടെ 2 പേരുടെയും വിവാഹം കഴിഞ്ഞെന്നും രമചേച്ചി എന്നോട് പറഞ്ഞു. അവർക്കും എന്നോട് നല്ല സ്നേഹമായിരുന്നു. പൊതുവെ ഇതുപോലെ വീട്ടുജോലിക്ക് ആരെങ്കിലും വിളിച്ചാൽ അവരോട് മാന്യമായി പെരുമാറില്ലെന്ന് അവർ വിഷമത്തോടെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വീടിന്റെ അകമൊക്കെ ഒന്ന് തൂത്തു തുടയ്ക്കാൻ ഞാൻ ഒരാളെ നോക്കുന്നുണ്ട്. രമേച്ചിക്ക് പറ്റുമെങ്കിൽ അതും കൂടി ചെയ്യേ. അതിന്റെ പൈസ വേറെ തരാമെന്നും ഞാൻ രമേച്ചയോട് പറഞ്ഞു. അവർ ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് മാത്രമേ പണിക്ക് പോകാറുള്ളതെന്ന് രമേച്ചി എന്നോട് പറഞ്ഞു. അതിന്റെ കാരണം ഏതെങ്കിലും വീട്ടിൽ ജോലിക്ക് ചെന്നാൽ ചില ആൾക്കാർ സ്ത്രീകളോടുള്ള മോശമായ പെരുമാറ്റം കൊണ്ടാണെന്ന് രമേച്ചി വളരെ വിഷമത്തോടു കൂടിയാണ് എന്നോട് പറഞ്ഞത്. എന്നെ അത്തരത്തിലൊന്നും കാണണ്ട. ചേച്ചിക്ക് താല്പര്യമാണെങ്കിൽ ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തു തന്നാൽ വളരെ ഉപകാരമായിരുന്നു ഞാൻ സരസമ്മനോട് പറഞ്ഞു. താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഞാൻ വേറെ ആരെങ്കിലും അന്വേഷിക്കാം. അങ്ങനെ അവരുടെ പണിയൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം രമേച്ചി മാത്രമായി അന്ന് ജോലിക്ക് വന്നു. സരസണ്ണനെ കുറിച്ച് ചോദിച്ചപ്പോൾ അണ്ണന് പനിയാണെന്ന് ചേച്ചി എന്നോട് പറഞ്ഞു. പറഞ്ഞ വാക്ക് തെറ്റിക്കാതിരിക്കാനാണ് ചേച്ചി ഒറ്റയ്ക്കായിരുന്നിട്ടും വന്നതെന്നും പറഞ്ഞു. അണ്ണന് പനിയാണെങ്കിൽ പനി മാറിയിട്ട് 2 പേരും കൂടി വന്നാൽ മതിയായിരുന്നല്ലോ. ഈ സമയത്ത് അണ്ണന്റെ കാര്യങ്ങൾ നോക്കാൻ വീട്ടിലൊരാള് വേണ്ടേ ഞാൻ ചോദിച്ചു. അതും പറഞ്ഞ് ഞാൻ കുറച്ച് പൈസ ചേച്ചിയുടെ കൈവശം കൊടുത്തു. ഇനി എന്തെങ്കിലും ആവശ്യം വന്നാൽ ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ എന്നും പറഞ്ഞ് ഞാൻ ചേച്ചിയെ തിരിച്ചു വീട്ടിലേക്ക് വിട്ടു. പക്ഷെ വീണ്ടും പിറ്റേന്ന് രാവിലെ രമേശ് തനിച്ചായിരുന്നു ജോലിക്ക് വന്നത്. അണ്ണന് പനി കുറവുണ്ട്, ഞാൻ എല്ലാം വെച്ചാണ് വരുന്നത്. അണ്ണൻ അതെടുത്ത് കഴിച്ചോളുമെന്ന് അവർ എന്നോട് പറഞ്ഞു. വീട്ടിലെ ബുദ്ധിമുട്ട് കാരണമാണ് ചേച്ചിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടും ഒറ്റയ്ക്ക് പണിയാൻ വന്നതെന്ന് എനിക്ക് മനസ്സിലായി. ചേച്ചി വിഷമിക്കണ്ട. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് തുറന്നു ചോദിക്കണം കേട്ടോ ഞാൻ അവരോട് പറഞ്ഞു. വീട്ടുജോലിക്ക് ആളെ തിരക്കിയിട്ട് കിട്ടിയോ രമേച്ചി എന്നോട് ചോദിച്ചു. ഞാൻ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അണ്ണൻ ജോലിക്ക് വരുന്നത് വരെ ഞാൻ വീടിനകത്ത് പണികൾ ചെയ്തോട്ടെ എന്നവർ എന്നോട് ചോദിച്ചു. ആഹാ, എങ്കിൽ അണ്ണൻ വരുന്നത് വരെ വീടിനകത്തെ പണികൾ ചെയ്തോളൂ എന്ന് ഞാൻ സമ്മതം മൂളി. അവരുടെ ആ വൃത്തിയും വെടുപ്പും ആ വീട് പരിപാലന രീതിയും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമായി. ചേച്ചിയെ കണ്ടാൽ ഒരു വേലക്കാരിയാണെന്ന് തോന്നുകയില്ല. ആൾ ഇരുനിറമാണെങ്കിലും കണ്ടാൽ നല്ല ഐശ്വര്യമുള്ള വട്ടമുഖം. അത്യാവശ്യത്തിന് നീളവും തടിയും എല്ലാം ഉണ്ട്.
പിന്നെ ആ മുന്നഴകും പിന്നഴകും പറയേണ്ട കാര്യമേ ഇല്ല. ആര് കണ്ടാലും ശ്രദ്ധിക്കുന്ന അത് അത്യാവശ്യത്തിലും കൂടുതൽ ഉണ്ടെന്ന് തന്നെ പറയാം. പിന്നെ കാണാനും നല്ല സ്ട്രക്ചറാണ്. അമ്മ മരിച്ചതിൽ പിന്നെ ഞാനാണെങ്കിൽ ആകെ ഒന്ന് ഒതുങ്ങി. അതുകൊണ്ട് തന്നെ കാര്യമായി ഒരു പരിപാടിയും കുറച്ചു നാളായി നടക്കുന്നുമില്ല. അതിന്റെ ഒരു ഏനക്കേട് എനിക്ക് ശരിക്കും ഉണ്ടായിരുന്നു. എന്റെ വീടിന്റെ തൊട്ടടുത്തൊരു ചേച്ചിയുണ്ട്, ശ്യാമള ചേച്ചി. അവരുമായിട്ടായിരുന്നു ഞാൻ സ്ഥിരമായി കൂടാറുള്ളത്. പക്ഷെ അമ്മ മരിച്ചതിൽ പിന്നെ അതിനും കഴിഞ്ഞിട്ടില്ല. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ശ്യാമള ചേച്ചി അവരുടെ വീട്ടിലില്ല. ഒരാഴ്ചത്തേക്ക് കുമരകത്തുള്ള അവരുടെ സ്വന്തം വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ശ്യാമള ചേച്ചിയുടെ ഭർത്താവ് ഗൾഫിലാണ്. ഇത്രയും ദിവസമൊക്കെ ആയപ്പോഴേക്കും അത് താങ്ങാനുള്ള ക്ഷമ എനിക്കില്ലായിരുന്നു. ശ്യാമള ചേച്ചി വരുന്നത് വരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണമെന്ന് ഞാനും കരുതി. എന്തായാലും ഇപ്പോൾ വന്ന വേലക്കാരി രമചേച്ചി ഉള്ളത് കൊണ്ട് സംസാര സുഖത്തിനൊക്കെ ഒരാളായി. രമചേച്ചി ഒന്ന് വളച്ചെടുക്കണം, ഞാൻ മനസ്സിൽ കരുതി. രമചേച്ചി മുറ്റം തൂക്കുമ്പോഴും പാത്രം കഴുകുമ്പോഴുമൊക്കെ ഞാൻ അവിടെ എവിടെയെങ്കിലും ചുറ്റിപ്പറ്റി നിൽക്കും. അതൊരു പ്രത്യേക സുഖം തന്നെയാണ്. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ രമേച്ചിയോട് കുടുംബത്തെക്കുറിച്ചൊക്കെ തിരക്കുമായിരുന്നു. കുറച്ച് വസ്തുവൊക്കെ ഉണ്ടായിരുന്നുവെന്നും പെൺപിള്ളാരുടെ വിവാഹം കഴിഞ്ഞപ്പോൾ വീട് ഒരു 5 സെന്റ് സ്ഥലവും ഒഴിച്ച് ബാക്കിയെല്ലാം വിറ്റെന്നും രമേച്ചി എന്നോട് പറഞ്ഞു. മാത്രമല്ല സരസണ്ണന്റെ അമിതമായ കുടിയും സ്ത്രീകളോടുള്ള അമിതാവേശവുമാണ് മൊത്തം വിൽക്കാനുള്ള കാരണമെന്ന് ചേച്ചി അതീവ സങ്കടത്തോടെ എന്നോട് പറഞ്ഞു. ഇപ്പോഴും കുടിക്കൊന്നും യാതൊരു കുറവുമില്ല. പിന്നെ പെൺവിഷയത്തിൽ നല്ല താല്പര്യമുള്ള ആളായതുകൊണ്ട് എന്റെ കണ്ണൊന്ന് തെറ്റിയാൽ പുള്ളിക്കാരൻ വേലി ചാടുവെന്നും ചേച്ചി സങ്കടത്തോടെയാണ് എന്നോട് പറഞ്ഞത്. എന്തു പറയാനാ സാറേ, ചിലർക്ക് എത്ര കിട്ടിയാലും മതിയാകില്ല. എന്റെ ഒരു തലയിലെഴുത്ത്, അല്ലാതെ എന്തു പറയാനാ. ചേച്ചിയുടെ ആ വിഷമം കണ്ടപ്പോൾ എനിക്കും വല്ലാതെയായി. ചേച്ചി വിഷമിക്കണ്ട, എല്ലാം ശരിയാകും, ഞാൻ രമേച്ചിയെ ആശ്വസിപ്പിച്ചു. പക്ഷേ അങ്ങേര് അങ്ങനെ പോകാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് ചോദിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. വേണ്ട, അതവർക്കൊരു വിഷമമായാലോ, ഞാൻ ചിന്തിച്ചു. എന്റെ ഒരു കാഴ്ചപ്പാടിൽ രമേശ് അടിപൊളി ഒരു സാധനം തന്നെയാണ്. അങ്ങേർക്കൊരു ഇഷ്ടക്കേട് തോന്നേണ്ട യാതൊരു കാര്യവുമില്ല. ചേച്ചി ഇരുനിറമാണെങ്കിലും കാണാൻ നല്ല ഐശ്വര്യമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ മുന്നഴകും പിന്നഴകും അതൊക്കെ കൊണ്ട് ഏതൊരാൾക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇനി ചിലപ്പോൾ ചേച്ചി രാത്രിയിൽ അണ്ണൻ കുടിച്ചേച്ചൊക്കെ വരുന്നത് കൊണ്ട് സഹകരിക്കാത്തതാണോ? ആ, എന്തായാലും സൂത്രത്തിൽ തിരക്ക് കൂട്ടാതെ കാരണം കണ്ടെത്തണം, ഞാൻ കരുതി. ഞാൻ കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല. കാരണം സരസണ്ണൻ ഒരാഴ്ചയോളം ജോലിക്ക് വന്നതേയില്ല. അന്നു മുതൽ രമേശ് വീട്ടിലെ ജോലികൾ ചെയ്യാൻ വരാറുണ്ടായിരുന്നു. കാര്യമായിട്ടുള്ള പണികളൊന്നും ഇല്ലെങ്കിലും ഇപ്പോഴത്തെ രമേശയുടെ അവസ്ഥ മനസ്സിലാക്കി ഞാൻ അവർ വരുന്നത് വിലക്കിയതുമില്ല. സരസണ്ണന് പനിയാണെങ്കിലും കുടിയുടെ കാര്യത്തിൽ കുറവൊന്നുമില്ലെന്ന് രമേശ് പറഞ്ഞു. പിറ്റേ ദിവസം അവർ ജോലിക്ക് വന്നപ്പോൾ രമേശയുടെ കവിൾ തിണർത്ത് കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ കാര്യം അന്വേഷിച്ചു. ആദ്യമൊന്നും അവർ തുറന്നു പറഞ്ഞില്ല. ഞാൻ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ എന്നോട് കാര്യം തുറന്നു പറഞ്ഞു. കൂടെ താമസിക്കുന്ന രമേശയോട് അണ്ണൻ ഒരു താല്പര്യവുമില്ല. മറ്റുള്ള സ്ത്രീകളോടാണ് കൂടുതൽ താല്പര്യം. അതിനെപ്പറ്റി പറഞ്ഞ് ദിവസവും വീട്ടിൽ വഴക്കാണ്. കിട്ടുന്ന കാശ് മുഴുവൻ അതിനൊക്കെ വേണ്ടിയാണ് ചെലവാക്കുന്നതും. ഇന്നലെ രാത്രി കുടിച്ചുകൊണ്ടുവന്ന് ഒരു സ്ത്രീയുടെ കാര്യവും പറഞ്ഞു വഴക്കായി. അതിന് അണ്ണൻ കൊടുത്ത സമ്മാനമാണ് കവളിൽ കാണുന്നത്, രമേശ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവരെ സമാധാനിപ്പിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടിയില്ല. ഇതൊരു ചാൻസാണ്, ഞാൻ മനസ്സിലോർത്തു. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി നിന്ന രമേശിയെ ഞാൻ അടുത്തു ചെന്ന് തോളിൽ കൈവച്ച് ആശ്വസിപ്പിക്കുന്ന രീതിയിൽ പതിയെ കവിളിൽ തലോടി. ചേച്ചിക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു. ഒരെതിർപ്പും പ്രകടിപ്പിക്കാതെ ചേച്ചി എന്റെ തോളിലേക്ക് ചാഞ്ഞു. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അങ്ങനെ കുറച്ചു ദിവസമായി ഉരുണ്ടുകൂടി കിടന്ന ആ കാർമേഘം ഇടിയും വെട്ടി മഴ പെയ്യാൻ ആരംഭിച്ചു.